എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം അരങ്ങേറി. അതാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നവരായിരുന്നു. അന്ന് ഞാനും നന്ദുവും പ്രണയിച്ചിരുന്നു. ഒന്നിച്ചൊരുപാട് ചിലവഴിച്ച സമയങ്ങൾ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലുമെല്ലാം കറങ്ങി നടന്നിട്ടുണ്ട്. പറ്റാവുന്ന സമയത്തെല്ലാം പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുമുണ്ട്. തിയേറ്ററിൽ വെച്ചാണ് ഞങ്ങളെല്ലാം കൈമാറി തുടങ്ങിയത്. നന്ദുവിൻ്റെ മെയിൻ പരിപാടി റിലീസായി 5-6 ദിവസം കഴിഞ്ഞ പടത്തിന് അവൻ ടിക്കറ്റ് എടുക്കും. അതാവുമ്പോൾ തിയേറ്ററിൽ ആരും ഉണ്ടാകില്ലല്ലോ. അതുപോലെ ആർക്കും ഇഷ്ടമില്ലാത്ത പടത്തിന് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. അതാവുമ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമല്ലോ. ഞങ്ങൾ രണ്ടാളും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ആഘോഷിച്ചിരുന്നു. പക്ഷേ എല്ലാം ഞങ്ങൾക്കൊരു ടൈം പാസ്സായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. കോളേജ് ജീവിതം കഴിഞ്ഞ് നന്ദുവിന് ചെന്നൈയിൽ ഒരു ജോലി ശരിയായി. നന്ദു ചെന്നൈയിലേക്ക് ജോലിക്കായി പോയി. അവിടെ എന്തെങ്കിലും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അവൻ പണ്ടേ ഒരു വായ്നോക്കിയായിരുന്നു. എന്നെക്കാളും നല്ലതൊന്നെ കിട്ടിയാൽ അവൻ അങ്ങോട്ട് ചായുമെന്ന് എനിക്ക് നന്നായി അറിയാം. കുറേ കാലം വിളിയും ചിരിയൊക്കെ മുന്നോട്ട് പോയി. പിന്നെ പതിയെ പതിയെ അതുമില്ലാതെയായി. ദിവസവും വിളിച്ചിരുന്നത് പിന്നെ ആഴ്ചയിലായി മാറി. പിന്നെ എനിക്കും ഒരു ജോലി ശരിയായി. ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്തു പോകുന്നു. അതിനിടയ്ക്കാണ് വീട്ടിലെനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയത്. അതോടെ ഞാനും എല്ലാം മറന്നു. അങ്ങനെ പിറ്റേ കൊല്ലം ഒരു ഗൾഫുകാരനുമായി എൻ്റെ വിവാഹം കഴിഞ്ഞു. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും ഭർത്താവിൽ നിന്നും ഞാൻ അറിഞ്ഞു. എന്നെ അദ്ദേഹം ഒരു ദാഹക്കാരിയാക്കി മാറ്റുമായിരുന്നു. ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവൻ നൽകി 4 മാസത്തിന് ശേഷം ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയി. വീട്ടിൽ ഞാനും പ്രായമായ അമ്മായപ്പനും അമ്മായിയമ്മയും മാത്രം. 10 മാസത്തിന് ശേഷം ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴേക്കും ഞാൻ കമ്പനിയിലെ ജോലി നിർത്തിയിരുന്നു. ഹസ്ബൻഡ് അടുത്തില്ലാത്ത വിഷമം എല്ലാ രീതിയിലും എന്നെ അലട്ടിയിരുന്നു. മകൾക്ക് 2 വയസ്സായപ്പോൾ ചേട്ടൻ ഗൾഫിൽ നിന്നും ലീവിനെത്തി. ചേട്ടൻ്റെ വരവോടെ അടക്കി വെച്ച എൻ്റെ ദാഹം പൊട്ടിയൊഴുക്കി. അങ്ങേരെല്ലാം മതിവരോളം തിന്നു കുടിച്ചിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോയി. എന്നിലെ ആഗ്രഹങ്ങൾ തൃപ്തിയടങ്ങാതെ നാളുകളായി വർഷങ്ങളായി കടന്നുപോയി. മകൾ സ്കൂളിൽ പോയി തുടങ്ങി. ഞാനൊരു പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പല ആഗ്രഹങ്ങളും പലരോടും തോന്നിയെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ നടന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഫേസ്ബുക്കിൽ നന്ദൻ്റെ റിക്വസ്റ്റ് വന്നത്. അവൻ കൂടുതൽ സുന്ദരനായിരിക്കുന്നു. പഴയ പ്രണയ സൗഹൃദം മറന്ന് പുതിയ സുഹൃത്ത് സൗഹൃദം ഞാൻ ഉണ്ടാക്കി. ചാറ്റിങ്ങിലൂടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അവനിപ്പോൾ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞു. ഞാനും എൻ്റെ വിവാഹം കഴിഞ്ഞതും കുട്ടിയുമുണ്ടായതൊക്കെ പറഞ്ഞു. ചാറ്റിങ്ങിലൂടെ ഞങ്ങളുടെ സൗഹൃദം വീണ്ടും വളർന്നു. അവൻ വിവാഹം കഴിച്ചിട്ടില്ല. ഒരു ദിവസം എനിക്കവൻ്റെ കോൾ വന്നു. നിനക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? ഫേസ്ബുക്കിൽ ഞാൻ നമ്പർ ഇട്ടിട്ടില്ലല്ലോ. അവനോട് ഞാൻ ചോദിച്ചു. ഞാൻ നിഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാടി. കോളേജ് ജീവിതം മുതൽ എൻ്റെയും അവൻ്റെയും ഫ്രണ്ടാണ് ഈ നിഷ. ഓ, അവൾ തന്നതാണല്ലേ? ആ അതേടി. എടി, ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരും. അന്നേരം ഒന്ന് കാണണം കേട്ടോ. എന്തിന്? ഒന്നുമില്ലടി, ചുമ്മാ എൻ്റെ പഴയ കാമുകി ഒന്ന് കാണാൻ എനിക്ക് കൊതിയായി. അയ്യേ, ഒന്ന് പോയടാ. പഴയ കാമുകി പോലും കുടുംബം കലക്കാനാണോടാ? കലങ്ങിയാലും ഞാൻ ഇല്ലേടി നിനക്ക്, അവൻ പറഞ്ഞു. ഓ, എനിക്കെൻ്റെ ഭർത്താവുണ്ട്, അത് മതി. നീയല്ല പറഞ്ഞത് അങ്ങേര് വരാറില്ലെന്ന്? വന്നാലും ഇല്ലെങ്കിലും അങ്ങേര് എൻ്റെ ഭർത്താവല്ലേ, ആ സ്ഥാനം മാറ്റാൻ പറ്റോടാ? ഓ, നീ ആ സ്ഥാനവും കെട്ടിപ്പിടിച്ചിട്ടിരുന്നോ? ഞാൻ പോണു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവനും നിഷയും കൂടി എന്നെ വീട്ടിൽ വന്ന് കണ്ടു. അവന് ശാരീരികമായി വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. അന്ന് കോളേജിൽ പഠിക്കുമ്പോഴുള്ള അതേ സ്കെൽറ്റ് പയ്യൻ. ഞങ്ങൾ കുറേ പഴയ കഥകളെല്ലാം പറഞ്ഞ് കോളേജിലെ ഓർമ്മകൾ പുതുക്കി. ഫുഡെല്ലാം കഴിച്ച് അവനന്ന് വൈകുന്നേരം പോയി. അന്ന് രാത്രി അവനെന്നെ ഫോൺ ചെയ്തു. എടി, നീ എന്ത് ചെയ്യുന്നു? ഞാൻ മകളെ കണക്ക് പഠിപ്പിക്കാടാ. നീ എന്താ ചെയ്യുന്നേ? ഞാൻ ചോദിച്ചു. ഞാൻ ചുമ്മാ ബോറടിച്ചിരിക്കാടി. ഓ, അതാകും.
ഇപ്പം എന്നെ വിളിക്കാൻ കാരണം നിനക്കൊക്കെ ബോറടിക്കുമ്പോൾ വിളിക്കാനുള്ള ആളല്ലേ ഞാൻ. ഒന്ന് പോടി, നീ ചുമ്മാ ഓരോന്ന് വിചാരിച്ചു കൂട്ടണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ വിളിച്ചതാ ഞാൻ. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഞാൻ വിളിക്കുന്നില്ല, പോരെ? ഓ, ഒരു ജാടക്കാരൻ. ചെന്നൈയിൽ പോയതിനു ശേഷം ഞാൻ വിളിച്ചാൽ പോലും നീ കോൾ എടുക്കാറില്ല. എന്നിട്ടാ ഇപ്പോൾ ഈ ജാട കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു. ഡി, നീ അത് കള. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ നാടാ, പറ. എടി, നീയങ്ങ് അടിപൊളിയായല്ലോടി. വണ്ണം വെച്ച് ഗ്ലാമർ ആയല്ലോ. ഇപ്പോൾ തോന്നുന്നു നിന്നെ വിട്ട് കളയണ്ടായിരുന്നുവെന്ന്. പോടാ, നീ അതൊക്കെ നോക്കാൻ വന്നതാണോ? അത് ഞാൻ തിയേറ്ററിൽ വെച്ചൊക്കെ കുറേ നോക്കിയതല്ലേടി. ഒന്ന് പോടാ, അനാവശ്യം പറയാതെ, ചിരിയോടെ ഞാൻ പറഞ്ഞു. അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു മറ്റൊരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കം. തിയേറ്റർ അനുഭവങ്ങൾ ഫോണിലൂടെ ഒന്നിച്ച് പരസ്പരം ഞങ്ങൾ പങ്കുവെച്ചു. ഡേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ചോക്ലേറ്റ് സിനിമ കാണാൻ പോയത്? ഞാനത് ഓർത്തെടുത്തു. മറുപടിയായി ഞാനൊന്ന് മൂളി. പിന്നെ മറ്റൊരു സിനിമയുടെ പേരവൻ പറഞ്ഞു. ആ നിമിഷവും ഞാൻ ഓർത്തെടുത്തു. ഒരു ചെറിയ മൂളൽ മാത്രമായിരുന്നു എൻ്റെ മറുപടി. പിന്നീട് അവൻ ചോദിച്ചത് എൻ്റെ അനുഭവങ്ങളായിരുന്നു. എനിക്കാകെ ഹസ്ബൻഡുമായി മാത്രമേ പറയാനുള്ള നാണം കാരണം ഞാൻ ബാക്കി വിഴുങ്ങി. ഞാൻ എല്ലാത്തിനും മറുപടിയായി മൂളുക മാത്രമാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അമ്മായിയമ്മ എന്നെ വിളിച്ചത്. ഡാ, നീ പിന്നെ വിളിക്ക് എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. മുന്നിൽ അമ്മായിയമ്മ. മോൾ ഉറങ്ങുമായിരുന്നോ? ആ, ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ. വാ, അത്താഴം കഴിക്കാം. കുഞ്ഞുറങ്ങിയോ? ആ, ഞാനവളെ ഉറക്കി. ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി, ഞാൻ അമ്മായിയമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിച്ചു. റൂമിൽ വന്ന് ഫോണെടുത്ത് നോക്കി. നന്ദൻ്റെ 2 മിസ് കോൾ. ഞാനവനെ തിരികെ വിളിച്ചു. ഞങ്ങൾ വീണ്ടും കുറേ നേരം സംസാരിച്ചു. പിറ്റേന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങി പുറത്ത് വന്നപ്പോൾ നന്ദൻ പുറത്ത് ഒരു കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കാറിൽ കയറി. എന്നെ വീടിനടുത്തേക്ക് തരാമെന്ന് അവൻ പറഞ്ഞു. ഇടയ്ക്ക് ഒരു വിജനമായ സ്ഥലത്ത് അവൻ കാർ ഒതുക്കി. നന്ദൻ എന്നെ നോക്കി. ഞാനൊരു കള്ളച്ചിരിയോടെ അവനെയും. അവൻ പരിസരമൊന്ന് വീക്ഷിച്ചു. റോഡാണ്, ഞാൻ അവനെ ഓർമ്മിപ്പിച്ചു. ഞാനത് പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനെന്താ, ഇവിടെ എങ്ങും ആരുമില്ലല്ലോ, അവൻ പറഞ്ഞു. ആ, നിനക്കത് പറയാം. എനിക്ക് കെട്ടിയവനും മക്കളൊക്കെ ഉള്ളതാണ്. ഞാനില്ല ഒന്നിനും. എടി, എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ എല്ലാം വീണ്ടും വേണമെന്ന് തോന്നുന്നു. പ്ലീസ് ഡി. ഡാ, നീ മര്യാദക്ക് വണ്ടി വിട്ടേ. നാട്ടുകാർ കണ്ട അത് മതി, പിന്നെ തൂങ്ങിച്ചാകേണ്ടി വരും. എൻ്റെ നിർബന്ധപ്രകാരം അവൻ വീടിനടുത്താക്കി എന്നെ ഇറക്കി. ഞാനത് അവനോട് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ അടക്കി വെച്ചിരുന്ന എൻ്റെ മോഹങ്ങളെല്ലാം അവൻ ഇളക്കി കഴിഞ്ഞിരുന്നു. അന്ന് വീട്ടിൽ വെച്ച് ഞാൻ ഓരോന്നോർത്ത് നന്ദനെ കൊതിച്ചു. പക്ഷേ എനിക്ക് പേടിയുണ്ട്. അമ്മായപ്പൻ്റെ ഭർത്താവ് എങ്ങാനും ഇതറിഞ്ഞാലോ എന്ന്. അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. അങ്ങനെ ഞാനെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി കിടന്നു. രാത്രി ഒരു 11 മണിയായപ്പോൾ അവൻ്റെ കോള് വന്നു. ആദ്യമൊന്ന് എടുക്കാൻ മടിച്ചെങ്കിലും എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പതിയെ കോളെടുത്തു. ഡി, എനിക്ക് നിന്നെ രഹസ്യമായിട്ടൊന്ന് കാണണം. വീട്ടിലേക്ക് വരട്ടെ? അവൻ എന്നോട് ചോദിച്ചു. അയ്യോ, അത് വേണ്ടടാ, ഇവിടെ അച്ഛനും അമ്മയും ഉണ്ട്. എന്താടി അങ്ങനെ പറയലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എടാ നന്ദ, എനിക്ക് പേടിയാ. എങ്കിലും ആഗ്രഹം ഇല്ലാനിട്ടല്ല. ഇനി അതൊന്നും വേണ്ട, വല്ല പ്രശ്നമാകും. ഒരു പ്രശ്നമാകില്ല. നീ ഒരു കാര്യം ചെയ്, നാളെ നിഷയുടെ വീട്ടിലേക്ക് വാ. നീ അവളെ വിളിച്ച് കാര്യം പറ. പണ്ട് നമ്മുടെ കൂടെ എന്തിനും കാവലായിട്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ഏയ്, ഞാനൊന്നും പറയില്ല, എനിക്ക് പേടിയാടാ. നീ എന്തിനാ പേടിക്കുന്നത്? അവൾക്കെല്ലാം അറിയാവുന്നതല്ലേ. പിന്നെ അവൾ മാത്രം തികഞ്ഞവളൊന്നും അല്ലല്ലോ. നമുക്കല്ലേ അവളെപ്പറ്റി അറിയൂ. എടാ, എന്നാലും ഞാൻ എങ്ങനെ പറയാനാ? നീ അങ്ങ് പറ, നമുക്ക് സംസാരിക്കാൻ ഒരു മുറി വേണമെന്ന്. ശരി, ഞാൻ നോക്കാം. അവൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ നിഷയെ വിളിച്ചു.
എടി നിഷേ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? എന്താടി? എടി, നിന്റെ ചേട്ടൻ നാളെ വീട്ടിലുണ്ടാവുമോ? ഇല്ലടി, അങ്ങേര് ജോലി സ്ഥലത്താ. ഒരാഴ്ച കൂടുമ്പോഴേ വരൂ. എന്താടി, എന്താ പ്രശ്നം? ഓ, അപ്പോൾ നിനക്ക് സൗകര്യമായല്ലോ. ഞാൻ അവളെ കളിയാക്കി പറഞ്ഞു. ആ, സൗകര്യമൊക്കെ തന്നെയാ. അല്ലാതെ എത്രാന്ന് വെച്ചിട്ടാ അയാളെയും കാത്ത് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ആരെങ്കിലേക്ക് വിളിച്ചങ്ങൾ കയറ്റും. നീ എവിടെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരുന്നോ? എല്ലാം കൂടി ഒരു ദിവസം പൊട്ടിത്തെറിക്കും, അവൾ പറഞ്ഞു. അതേടി, പൊട്ടിത്തെറിച്ചു. ആഹാ, എന്താടി സംഗതി? ഞാൻ ആദ്യം ഒന്ന് മടിച്ചു. ഞാനും അവളും എല്ലാം പരസ്പരം തുറന്നു പറയുന്ന രീതിയാണ്. ഞാൻ ഭർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ അവളോട് പറയും. അവളുടെ കുടിയനായ ഭർത്താവിനെക്കുറിച്ചും എന്നോട് പറയും. അവൾ അന്നേ പറയാറുണ്ട്, കെട്ടിയാൽ ആരെങ്കിലും വിളിച്ച് കാര്യം നടത്തണമെന്ന്. അവളുടെ അടുത്ത വീട്ടിലെ ചെക്കൻ അവളുടെ സ്വന്തമായിരിക്കുന്നുവെന്ന് അവളൊരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ അവനിപ്പോൾ വീട് മാറിപ്പോയതിനാൽ അവൾ വിഷമത്തിലാണ്. ഞാൻ അവളോട് സംഗതിയെല്ലാം പറഞ്ഞു. എടി, എനിക്കും നന്ദനും നാളെ ഒരു മുറി തരാൻ പറ്റുമോ? അവളത് കേട്ടത് നെട്ടലോടെയാണ്. ഓഹോ, കള്ളി, കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തിയല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങളുടെ നോട്ടവും സംസാരവും കേട്ടപ്പോൾ തന്നെ ഇനി അതിലെ കാര്യങ്ങൾ അവസാനിക്കുമെന്ന്, അവൾ ചിരിയോടെ പറഞ്ഞു. ഞാനും ചിരിച്ചു. നീ അധികം ചിരിക്കണ്ട. രണ്ടും കൂടി എവിടെയെങ്കിലും പോയി റൂം എടുക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അതടി, പുറത്ത് പോയി റൂം എടുക്കാൻ എനിക്ക് പേടിയാ. അങ്ങേർക്ക് നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉള്ളതാ. ആരെങ്കിലും കണ്ട അത് മതി. പ്ലീസ് ഡി, നീ നാളെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സെറ്റാക്കുമോ? നിന്റെ വിഷമം എനിക്കറിയാം. നിങ്ങൾ നാളെ ഇങ്ങ് പോരും മോളെ. ഓഫ്, താങ്ക്സ് ഡി മുത്തേ. ഞാൻ സന്തോഷത്തോടെ നന്ദനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ മാനേജറെ വിളിച്ച് ലീവും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മോളെ സ്കൂളിലാക്കി നന്ദനെ കാത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നു. അവൻ ബൈക്കുമായി എത്തി. ഞങ്ങൾ നേരെ നിഷയുടെ വീട്ടിലേക്ക് പോയി. അവൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി. നിങ്ങൾ കാപ്പി കുടിക്കുന്നോ? അവൾ ചോദിച്ചു. ഇല്ലടി, ഞങ്ങൾ കഴിച്ചു. ഞാൻ അവളെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. നീ അങ്ങോട്ടും പോകുന്നില്ലേ? ഞാൻ ചിരിയോടെ അവളോട് ചോദിച്ചു. ആടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ നാട് വിടാൻ പോവാണ്. ചെല്ല്, മുകളിൽ മുറി റെഡിയായിട്ടുണ്ട്, ചിരിയോടെ അവൾ പറഞ്ഞു. ദേ, നീ മുകളിലത്തെ മുറിയുടെ പരിസരത്ത് പോലും വന്നു പോകരുത് കേട്ടോ, ഞാൻ പറഞ്ഞു. ശരി. പിന്നെ ഞാനൊരുത്തി താഴെയുള്ളത് ഓർമ്മ വേണം. അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് നടന്നു. നന്ദനെയും കൂട്ടി മുകളിലേക്ക് കയറി. സമയം പാഴാക്കാതെ ഞങ്ങൾ പഴയ ഓർമ്മകളെല്ലാം അവിടെ വെച്ച് പുതുക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ബാക്കിയിരുന്ന ജ്യൂസ് കുടിച്ച് താഴെ വന്നു. അപ്പോൾ നിഷ തുണി അലക്കുന്ന ശബ്ദം കേൾക്കാം. അലക്ക് കഴിഞ്ഞ് നിഷ എത്തി. ഞങ്ങൾ പുറപ്പെടാൻ തീരുമാനിച്ചു. നിഷ ഞങ്ങളെ യാത്രയാക്കി. നന്ദൻ എന്നെ സ്റ്റാൻഡിൽ വിട്ടു. 4 മണിയോടെ വീട്ടിലെത്തിയ എന്നെ കണ്ട് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയോന്ന് അമ്മ ചോദിച്ചു. അതേയെന്ന് ഞാൻ പറഞ്ഞു. കുളിച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും മകളും എത്തിയിരുന്നു. പിന്നെയെല്ലാം വീട്ടിലെ രീതി കണക്കെ നടന്നു. 8 മണി കഴിഞ്ഞപ്പോൾ നിഷയുടെ കോൾ വന്നു. ഞാൻ കോളെടുത്ത് സംസാരിച്ചുകൊണ്ട് വീടിന് പുറത്തിറങ്ങി ടെറസിൻ്റെ മുകളിലെത്തി. രണ്ടും കൂടി വള്ളംകളി നടത്തിയല്ലേടി? അവൾ ചിരിയോടെ എന്നോട് ചോദിച്ചു. അത് കേട്ട് ഞാനും ചിരിച്ചു. അല്ല, ഞാൻ അലക്കാൻ പോയപ്പോൾ രണ്ടും കൂടി പിന്നെയും റൂമിൽ കയറിയല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞടി? ഞാൻ സോപ്പ് എടുക്കാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെയും ടി വിയുടെയും അനക്കമില്ല. എനിക്ക് മനസ്സിലായി രണ്ടിനും മതിയായിട്ടില്ലെന്ന്. അത് ഒന്ന് കിട്ടിയതല്ലേ മോളെ, അതുകൊണ്ട് അങ്ങ് ആഘോഷിച്ചു. എന്നിട്ട് കാമുകൻ വിളിച്ചില്ലേ? അവൾ ചോദിച്ചു. ഒന്ന് പോടി വെച്ചിട്ട് പോയി ബെഡ്ഷീറ്റ് ഇളക്കടി, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നന്ദനും ഫോണിലൂടെ ബന്ധം തുടർന്നു. ഞാൻ മറ്റൊരു സിം എടുത്തിരുന്നു. അതുവഴിയായി ഞങ്ങളുടെ സല്ലാപം വീണ്ടും ഒന്നിച്ച് തിമിർക്കാൻ എനിക്കും അവനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിഷയുടെ വീട്ടിലേക്ക് പോകാൻ എനിക്കൊരു മടിയും വിഷമവും. ഞാൻ ആ കാര്യം നന്ദനോട് സംസാരിച്ചു. അവൻ്റെ വീട്ടിൽ ആളുള്ളതിനാൽ അവിടെയെങ്ങും പറ്റില്ല, മറ്റൊരു സ്ഥലം നോക്കട്ടെ എന്ന് അവനും പറഞ്ഞു.
അടുത്ത കൂടിക്കാഴ്ചക്കായി അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ മുഴുവനായിട്ടും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.